നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇൻഷാ അള്ളാ നൗഷാദ് ഉസ്താദ് പിന്നെ കേറാന്ന് പറഞ്ഞിട്ടുണ്ട്. കേറും. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ അഥവേ വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഹംസത്തുൽ വസ്ൽ. ഹംസ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹംസ എന്ന് പറയുന്നത്. ഹംസ ഒരുപാട് പ്രയോറിറ്റി ഉള്ള ഒരു ആളാണ് ഹംസ എന്ന് പറയുന്നത്. അപ്പൊ ഹംസക്ക് പല സംഭവമുണ്ട്. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പിന്നെ ഹംസ രണ്ട് അലിഫിന്റെ ഇടയിൽ നിൽക്കൂല എന്നൊക്കെ. ഇങ്ങനെ പിന്നെ ചിലയിടത്ത് കാണാം ഹംസ പിന്നെ അലിഫിന്റെ മുകളിൽ, വാവിന്റെ മുകളിൽ, യാന്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് മൂപ്പര് ഒരു പ്രത്യേക സ്റ്റൈലാണ് വരിക. അപ്പൊ ഹംസക്ക് അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഹംസ അപ്പോ ഹംസനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഹംസ ചില്ലറക്കാരനല്ല. ഹംസ ജസ്റ്റ് ചെറിയ ഇത് മാത്രം പറഞ്ഞു പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഹംസത്തു വസ്ലിന്റെ തന്നെ കുറെ പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു തരുന്നുള്ളൂ. ഇപ്പൊ ഹംസനെ പ്രത്യേകിച്ച് ഹംസ രണ്ടെണ്ണം ഉണ്ട്. ഹംസത്തുൽ വസ്ല്, പിന്നെ ഒരു ഇതിന്റെ പേരാണ് ഹംസത്തുൽ ഖത്ത്. ഹംസത്തുൽ വസ്ലുണ്ട്, ഹംസത്തുൽ ഖത്ത് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഹംസത്തുൽ വസ്ല്, എന്താണ് ഹംസത്തുൽ ഖത്ത് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നോക്കാം. നിങ്ങൾ നോക്കൂ, രണ്ട് വാക്കുകൾ വന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ആരെങ്കിലും ഒരാൾ ഇത് രണ്ടും ഒന്ന് പാരായണം ചെയ്യും, അല്ല വായിക്കൂ. ആ ഓക്കെ, രണ്ട് സ്ഥലത്തും ഈ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇഹ്ദിന ഇയ്യാക. പക്ഷെ ഇഹ്ദിന എന്ന് പറഞ്ഞു കൊടുത്ത് എന്തില്ല, അവിടെ ഹംസനെ കാണുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഈ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ താഴത്തുള്ളതിന് കൃത്യമായിട്ട് ഹംസ എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായി. ഹംസത്ത് വസ്ൽ എന്താണ്, ഹംസത്തുൽ ഖത്ത് എന്താണെന്നോ. ഹംസത്തുൽ ഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിന് കൃത്യമായിട്ട് ഉച്ചാരണവും കാര്യങ്ങളും. പക്ഷെ ഹംസത്തുൽ വസ്ൽ ലേശം ഒരു പ്രശ്നക്കാരാണ്. ഹംസത്തുൽ വസ്ൽ ചെറിയൊരു പ്രശ്നക്കാരനാണ്. കാരണം അതിനെന്താണ്, പിന്നെ ഹംസ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോ നമ്മൾ ആ എന്ന് പറയും, ചിലപ്പോ ഈ പറയും, ചിലപ്പോ ഊന്ന് പറയും. ഇങ്ങനെയൊക്കെ നമ്മൾ പാരായണം ചെയ്യും. അതാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. ഖത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം എന്താണ്, കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ് ഹംസത്തുൽ ഖത്ത് എന്ന്. വസ്ലും ഖത്തും. അപ്പൊ വസ്ലിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. ഹംസത്തുൽ വസ്ൽ ഖത്ത്. അതിൽ ഹംസത്തുൽ വസ്ൽ ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയാം. ഹംസത്തു വസ്ൽ ഇഹ്ദിന എന്ന് പറഞ്ഞു, അതാണ് എഴുതി കാണുന്നത്. ഹിയ അല്ലതി തുൻതഖു ബദഅൻ വതസ്ഖുതു ഇൻദൽ വസ്ൽ. ഹിയ അല്ലതി തുൻതഖു, തുൻതഖു എന്ന് പറഞ്ഞാൽ ബദഅൻ ആരംഭത്തിലാണ് ഹംസത്തുൽ വസ്ൽ വരുന്നെങ്കിൽ അതിന് ശബ്ദമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്. ഇപ്പൊ ഹംസത്തുൽ വസ്ൽ വഖത്ത്. അപ്പൊ ഒന്നും കൂടി പറയാണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയ അല്ലതി തുൻതഖു ബദഅൻ വതസ്ഖുതു ഇൻദൽ വസ്ൽ. അതായത് ഹംസത്തു വസ്ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരംഭത്തിൽ, അതായത് ഹംസത്തുൽ വസ്ൽ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, ഹംസത്തുൽ വസ്ൽ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഹംസത്തുൽ വസ്ൽ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും, ആ ഈ ശബ്ദം ഉണ്ടാവും. ഈ അല്ലതി തുൻതഖു ബദഅൻ, ബദഅൻ അത് ആരംഭിക്കുക. അതായത് ഹംസത്തുൽ വസ്ൽ വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അതിന് എന്തുണ്ടാവും, ശബ്ദം ഉണ്ടാവും. തസ്കുതു ഐൻദൽ വസ്. തസ്കുത്ത്, തസ്കുത്ത് പറഞ്ഞാൽ സുക്കൂത്ത്, കളയപ്പെടും. ഐൻദൽ വസ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഐൻദൽ വസ്ൽ എന്ത് നഷ്ടപ്പെട്ടു, ഹംസ നഷ്ടപ്പെട്ടു, ഹംസ കേൾക്കൂല, അതാണ് ഉദ്ദേശം. തസ്കുതു ഐൻദൽ വസ്ൽ. ചേർത്ത് ഓതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹംസത്തു വസ്ലിലെ ഹംസയെ കേൾക്കുകയില്ല. അതാണ് ഇതിൽ. ഇപ്പൊ നമ്മള് ഇഹ്ദിന എന്നുള്ള ഉദാഹരണമാണല്ലോ പറഞ്ഞത് അല്ലെ, സൂറത്ത് ഫാത്തിഹയിൽ ഇഹ്ദിന എന്നുള്ളത് അല്ലെ.
അപ്പൊ നമ്മള് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. അപ്പൊ നമ്മള് അത് ചേർത്ത് ഓതാണെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? വ ഇയ്യാക നസ്തഈനു ഹുദിന എന്ന ആ ഹംസത്തു വസ്ൽ കൊഴിഞ്ഞു പോകും. തസ്കുത്തു ഐന്ദൽ വസ്, സുക്കൂത്ത് ആവുക, സൈലന്റ് ആവുക, കൊഴിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ പറയാം. മനസ്സിലായിട്ടില്ലേ ഹംസത്തു വസ്ൽ എന്താണ് എന്ന്? ഇനി അതിന്റെ കുറച്ചും കൂടി പിന്നെ കാര്യങ്ങൾ പറയാണ്. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്ത്. ഇപ്പൊ ഖത്ത് ആണെങ്കിൽ എന്താണ് ഹംസത്തുൽ ഖത്ത്? പിന്നെ ഇയാക്ക കാണുന്നുണ്ട്, നിങ്ങളെ കൃത്യമായിട്ട് അവിടെ എഴുതി കാണുന്നത് ഹിയ അല്ലത്തി തുൻതഖു വ തുർസമു. തുൻതഖു വ തുർസമു, അതായത് ശബ്ദം ഉണ്ടാവും, എഴുത്തിലും ഉണ്ടാവും. ഹംസത്തുൽ ഖത്ത് ആണെങ്കിൽ എഴുത്തിലും ശബ്ദത്തിലും വരുന്നതാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം, ഉദാഹരണമാണ് അഹദുൻ അല്ലെങ്കിൽ അഹദ്, ഇബ്രാഹീമ, അമറ. അപ്പൊ അവിടെ കണ്ടില്ലേ പിന്നെ അലിഫ് ഹംസ ഫത്ഹ വന്നിട്ടുണ്ട്, അലിഫ് ഹംസ കെസ്ര, അലിഫ് ഹംസ ഫത്ഹ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹിയ അല്ലത്തി തുൻതഖു, ശബ്ദം ഉണ്ടാവും, നത്ഖ് ഉണ്ടാവും, വ തുർസമു, റസ്മു എന്ന് പറഞ്ഞാൽ എഴുതുന്ന, എഴുത്തിലും കാണും. അതിന്റെ ഉദാഹരണമാണ് അഹദ്, ഇബ്രാഹിം, അമറ. അപ്പോ ഈ പിന്നെ ഖത്തുകളിൽ നമ്മൾ പേടിക്കാനില്ല. കാരണം എന്താണ്? അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ വസ്ൽ അങ്ങനെയല്ല. വസ്ല് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള കാര്യമാണ്. ഇത് ഹംസത്ത് വസ്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ലാ തുക്തബു അബദൻ. ആര്? ഹംസത്ത് വസ്ല്. ഹംസത്തുൽ വസ്ലിന്റെ ഹംസ ഉണ്ടല്ലോ, തുക്തബു അബദൻ എന്ന് പറഞ്ഞാൽ ആരെഴുതൂല എന്നാണ്. എഴുതി കഴിഞ്ഞില്ല. എഴുതി കഴിഞ്ഞ ഏതോ അത് ഹംസത്തുൽ ഖത്തയില്ലേ, അതിന്റെ ഡെഫിനിഷൻ ഹിയ അല്ലത്തി തുൻതഖു വ തുർസമു മിസ്ല. ഉദാഹരണം അഹദുൻ അല്ലെങ്കിൽ അഹദ, അഹദ്, ഇബ്രാഹിം, അമറ. എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞാൽ പറഞ്ഞ നമുക്ക് ഇതിന്റെ മീനിങ് ഒന്നുകൂടി പറഞ്ഞു തരുമോ? തുൻതക്ക്, നെത്തക്ക് എന്ന് പറഞ്ഞ ശബ്ദം, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാവുന്ന പ്രൊനൗൺസ് നമ്മൾ പ്രൊണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞത് ഹിയ അല്ലത്തി തുൻതഖു ബദ്അൻ. അതിൽ ഹംസത്തുൽ വസ്ല് ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ ഈ ഉ ശബ്ദം വരും. പിന്നെ തസ്കുത്തു ഐന്ദൽ വസ്, തസ്കുത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കുകയാണെങ്കിൽ വസ്ല്, തസ്കുത്തു വസ്ലൻ, ചേർത്ത് ഓതുന്ന സമയത്ത് സുക്കൂത്തായി പോകും, അതായത് ശബ്ദം കളയപ്പെടും, ശബ്ദം ഉണ്ടാവൂല എന്നാണ്. അതിന്റെ ഉദാഹരണം ഈ ഇഹ്ദിന എന്നുള്ളത് ഇപ്പൊ നമ്മൾ ചേർത്ത് ഓതുകയാണെങ്കിൽ ഇയ്യാക നസ്തഈനു നുഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഇഹ്ദിന അല്ല അതിലാണ് തുടങ്ങുന്നെങ്കിൽ ഇഹ്ദിന, ഇഹ്ദിന എന്ന് നോക്കുമ്പോ നിങ്ങള് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് കണ്ടോളൂ. ഇതില് പിന്നെ എന്ത് എഴുതിയിട്ടില്ല? ഹംസനെ എഴുതിയിട്ടേ ഇല്ല. അലിഫ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഹംസ കാണൂല. അതാണ് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം. ഇത് എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പോ ഇവിടെ ലാ തുക്തബു അബദൻ എന്നാണ്. അതായത് ഹംസത്തുൽ വസ്ലിന്റെ ഹംസയെ ഒരിക്കലും എഴുതാൻ പാടില്ല. തുക്തബു അബദൻ, ഒരിക്കലും എഴുതൂല. നിങ്ങൾക്ക് എഴുതാനുണ്ടാവും പരീക്ഷയ്ക്ക്, പിന്നെ എന്താണ് ഹർക്കത്ത് കൊടുക്കാനുണ്ടാവും. അപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടു. ഹംസത്ത് വസ്ലിന്റെ നിർബന്ധമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഹംസത്തുൽ വസ്ലായിട്ട് ബന്ധപ്പെട്ട്. എന്താണ്? ലാ തുക്തബു അബദൻ, ഒരിക്കലും എഴുതൂല. എന്തെഴുതൂല? ഹംസത്തുൽ വസ്ലിന്റെ ഹംസയെ എഴുതൂല, ഹംസയെ എഴുതൂല. തുൻതഖു ബദ്അൻ, അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. തസ്കുതു വസ്ലൻ, തസ്കുതു വസ്ലൻ, ചേർത്ത് വസ്ല് ചെയ്യുകയാണെങ്കിൽ, ചേർക്കുകയാണെങ്കിൽ, ചേർത്ത് അതിനെ വേറൊന്നിനോട് ചേർത്ത് ഓതുകയാണെങ്കിൽ
അതെന്തായി? ശബ്ദം കളയപ്പെടും, കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് അതിന്റെ ഹംസത്തു വസ്ലിന്റെ കുറച്ചും കൂടി കൃത്യമായിട്ട് പറയണേ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലാ തുക്തബു അബദൻ, ഒരിക്കലും എഴുതൂല. ഹംസത്തു വസ്ല് ഒരിക്കലും എഴുതൂല. തുൻതഖു ബദഅൻ, തുടക്കത്തിൽ അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ ഈ ഉ ശബ്ദം വരും. തസ്കുത്തു വസ്ലൻ, തസ്കുത്തു വസ്ലൻ എന്താൽ ചേർത്ത് ഓതാണെങ്കിൽ സുക്കൂത്തായി പോവും. അതായത് അതിന്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോകും, അത് കേൾക്കൂല, കൊഴിഞ്ഞു പോകും എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഹംസത്ത് വസ്ൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിൽ കുറെ ബഷീർ സാഹിബ് എന്താ സംശയമുണ്ടോ? അല്ല, നമ്മള് സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ഹംസത്തുൽ വസ്ലാണല്ലോ അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ആണ്. അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അള്ളാഹു എന്ന് പറയുന്ന അത് ഹംസത്ത് വസ്ലാണ്. അള്ളാഹു അസ്വമദ് എന്നാണ്. പക്ഷെ നമ്മൾ ചേർത്ത് ഓതുമ്പോ അള്ളാഹു സ്വമദാണ്. ഓതുമ്പോ അലിഫ് ഉച്ചരിക്കുന്നില്ല. അള്ളാഹു അസ്വമദ് എന്നുള്ള ആ കളഞ്ഞിട്ട് അള്ളാഹു സ്വമദ് എന്നായിട്ട് മാറും. വരും. അത് ചേർത്ത് ഓതാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ്, അഹദുനില്ലാഹു എന്നാണ് വരിക. അത് നമുക്ക് പഠിക്കാനുണ്ട്. അത് എന്തുകൊണ്ടാന്നുള്ളത് പിന്നീട് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഇത് ഏകദേശം തുടക്കത്തിൽ എഴുതുമ്പോ ശബ്ദം കൊടുക്കുന്ന, അത് തുടക്കത്തിൽ നിന്നല്ല, ഹംസത്തു വസ്ലിൽ ആരംഭിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോ റഷീദ് സാഹിബ് പറഞ്ഞില്ലേ അള്ളാഹു സ്വമദ് എന്ന് പറയുന്ന അള്ളാഹു എന്ന് അവിടെ വന്നു. അസ്വമദ് എന്നാണ് അത്. അസ്വമദ് എന്നുള്ളത് എന്ത് സംഭവിച്ചു? അള്ളാഹുവിനോട് അസ്വമദിനെ ചേർത്തപ്പോ അള്ളാഹു സമദായി. അള്ളാഹു അസ്വമദ് എന്ന് നമ്മൾ പാരായണം ചെയ്യുന്നില്ല, അള്ളാഹു സമദ് എന്നാണ്. അവിടെ എന്ത് ചെയ്തു? അത് കളഞ്ഞുപോയി. നേരെ മറിച്ച് അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അസ്വമദു ലം യലിദ് എന്ന് വരും, എന്ന് വരും, അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ളത്. പിന്നെ ചേർത്തോത അള്ളാഹു പിന്നെ ഇസ്മുൽ ജലാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ തന്നെയാണ് അതിൻ്റെത്. നിങ്ങള് വേറെ കേസാണല്ലോ, നമുക്കറിയാലോ. ഇസ്മുൽ ജലാൽ നമ്മൾ പ്രത്യേകിച്ച് തന്നെ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ അള്ളാഹു സമദ് എന്ന് കാണുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു എന്നതിനോട് അസ്വമദ് ചേർത്തപ്പോ ആ ഹംസത്തു വസ്ല് കളയപ്പെട്ടു. അതാണ്. നേരെ മറിച്ച് അതിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അസ്വമദു ലം യലിദ് വലം യൂലദ് എന്നാവും. അസ്വമദ് അതിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ, ചേർത്താണ് അള്ളാഹു സ്വമദു ലം യലിദ് വലം യൂലദ് എന്ന് ചേർത്ത് ഓതുമ്പോ അങ്ങനെ വരും. തസ്കുത്ത് വസ്ല ചേർക്കാണെങ്കിൽ ആ ഹംസത്ത് വസ്ൽ കളയും. അതിൽ ആരംഭിക്കാൻ ഹംസത്ത് വസ്ലിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ എന്നോ ഇ എന്നോ ഉ എന്നോ ശബ്ദം വരും. ഓക്കെ, ഈ ഒരു ബേസിക് മനസ്സിലാക്കി വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ തഹജ്ജ് ചെയ്യുമ്പോഴാണ് ഇനി നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. സിമ്പിൾ അല്ലേ? ഇത്ര ക്ലിയർ ആണ്. ഹംസ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ഹംസയുണ്ട്. ഒന്ന് ഹംസത്തുൽ ഖത്അണ്. ഖത്അനെ കുറിച്ച് നമ്മൾ പേടിക്കുകയേ വേണ്ട. കാരണം എന്താണ്? അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, അതിന് ശബ്ദം ഉണ്ടാവും. ബദൻ എന്നുള്ളിടത്ത് കണ്ടില്ലേ, ബദ് എൻ എന്ന് പറഞ്ഞിടത്ത് ഹംസ കണ്ടില്ലേ, ഹംസ അവിടെയൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഖത്അണ്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. മറ്റേ വസ്ല് എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു 3-4 എണ്ണം വരാനുണ്ട്, പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ഒന്നാ പഠിക്കുന്നത്, ലാമത്തെ അരീഫ് മാത്രമാണ് പഠിക്കുന്നത്, മുഴുവൻ പഠിക്കുന്നില്ല. മറ്റേത് കുറച്ചും കൂടി ഗ്രാമർ ആയിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് പിന്നെ സാവധാനത്തിൽ അത് മനസ്സിലാക്കുക. അതിലേക്ക് വരുമ്പോഴാണ് കുഴപ്പം വരിക, പ്രശ്നം. നമ്മൾ അധികം അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഹംസത്ത് വസ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെക്തുബ് അബദൻ, ആ ഹംസത്ത് വസ്ല് ഒരിക്കലും എഴുതൂല. ഹംസത്ത് വസ്ല് എഴുതൂല എന്നല്ല, അതില് ഹംസനെ കാണൂല. അതാണ്. അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ഈ ശബ്ദം വരും, പക്ഷെ ഹംസ എഴുതിയിട്ടുണ്ടാവൂല. ചേർത്ത് ഓതാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ ഹംസത്ത് വസ്ലിലെ ഹംസ കേൾക്കൂല. അതാണ് അതിന്റെ ഒരു ബേസിക്. ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലാമത്ത്, അതായത് ഹംസത്ത് വസ്ലിന്റെ അലാമത്ത് നിങ്ങൾക്ക് കാണാം. അലിഫിന്റെ മുകളിൽ ഒരു കുഞ്ഞു സ്വാദ്, അതായത് വസ്ല് എന്ന് പിരിച്ചെഴുതി കഴിഞ്ഞാൽ കാണൂലേ, വസ്ല് എന്ന് എഴുതുമ്പോ ആ സ്വാദിന്റെ
ഒരു തല റസ്സു സ്വാദ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് സ്വാദിന്റെ അതാണ് അലാമത്ത്. അപ്പോ ഈ അലാമത്ത് കാണുന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഹംസത്തുൽ വസ്ലാണ് എന്ന് മനസ്സിലാക്കാം. ഹംസത്തുൽ വസ്ല് ഏതാണെന്ന് പിന്നീടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക അത് ഹംസത്തു വസ്ലാണ്. പിന്നെ അത് ഏത് ഹംസത്തു വസ്ലാണെന്ന് പിന്നെ നമ്മൾ നോക്കാം. ഇനി അതിന്റെ തെഹജിയാണിത്, എഴുതിയെടുത്തോളൂ. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹ. ആ ഉണ്ടാവും, ഈ ഉണ്ടാവും, ഊ ഉണ്ടാവും. ഒക്കെ ഒരു തെഹജി തന്നെയാണ്. പക്ഷെ ചെറിയ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന 3, 4, 5 എണ്ണം പോലെ ഉണ്ടാവും. അതിൽ ചെറിയ മാറ്റങ്ങൾ വരും. ആ വരുന്നുണ്ട്, ഈ വരുന്ന, ഊ വരുന്നത്. എന്തായാലും ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹ. ആ ഒന്നെങ്കിൽ അത് വരും. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹ ഈ. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹ ഊ. ഇങ്ങനെ 3 എണ്ണാണ് വരിക. ഇത് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഇതിൽ ഒരു സംശയമുള്ളത്, നമ്മളിപ്പോ ഈ ഹംസത്ത് വസ്സില് നമ്മൾ പ്രകടമായി കാണൂല. കാണാൻ സമയത്ത് നമ്മൾ ഇതിന്റെ ഹർക്കത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അത് നമ്മൾ ഈ ഒരു 3 പാർട്ട് പഠിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. ആ ഈ ഊ വരുന്നത് എങ്ങനെയാന്നുള്ളത് ഈ ഇഹ്ദിനാന്ന് വായിക്കണം. ഞാൻ അഹ്ദിനാന്ന് വായിച്ചാലും അത് ഹർക്കത്തൊന്നും ഇല്ല. അതാണ് നമ്മൾ പഠിക്കുന്നത്. മെയിനായിട്ട് ഇതിന്റെ ഹർക്കത്ത് എന്ത് വരും എന്നുള്ളതാണ് ഒന്ന് ഇതിൽ പഠിക്കുന്നത്. രണ്ടാമത്തേത് എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. ഇതിലാണ് ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഖുൽ ഹുവല്ലാഹു അഹദുൻ അല്ലാഹു സമദു. ഞാൻ ചേർത്ത് ഓതുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സമദു ലം യലിദ് വലം യൂലദ്. അവിടെ എന്തായി? അഹദുനില്ലാഹു എന്നായി. അത് എന്തുകൊണ്ടാന്നുള്ളത് അത് പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാന്നുള്ളത് അത് നമുക്ക് അതിന്റെ കൂടെ പഠിക്കും. അപ്പൊ അവിടെ ആ വരുന്ന എങ്ങനെ, ഈ വരുന്ന, ഊ വരുന്ന എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഹംസത്ത് വസ്ല് പഠിക്കുമ്പം നമ്മൾ മനസ്സിലാക്കും. ഹർക്കത്തിന്റെ റൂളും അതെങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ളതുമാണ്. അതെ, ഓക്കെ. സാറേ സിമ്പിളാണ്. ഊന്നെഴുതിയില് ഹംസ ഇടാൻ മറന്നു ഇതാണോ അതോ അങ്ങനെ തന്നെയാണോ എഴുതാ? അത് ഹംസത്ത് വസ്ലല്ലേ. ഹംസത്ത് വസ്ലിൽ എന്താണ് നേരത്തെ പറഞ്ഞത്? ലാ തുക്തബു അബദൻ. മറന്നുപോയോ? ലാ തുക്തബു. എഴുതാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മളിവിടെ എഴുതി വെച്ചാ മോശല്ലേ. ശബ്ദത്തിൽ വരും ആ ഈ ഊ. പക്ഷെ എന്തുണ്ടാവൂല, ആരെ കാണൂല? ഹംസനെ കാണൂല. ഹംസ പിന്നെ പിടുത്തം വിട്ട ആളാണ്. അപ്പൊ സാറ് അതും കൂടി പറഞ്ഞുതരില്ല. ആ തുക്തബു അബദൻ എന്ന് പറഞ്ഞാല് ആദ്യം എഴുതൂലെന്നാ? ഒരിക്കലും ലാ തുക്തബു അബദൻ ഒരിക്കലും എഴുതൂല. ആദ്യം എഴുതൂല എന്നല്ല, അതായത് ഹംസനെ എഴുതിയേ ചെയ്യൂല. പിന്നെ അടുത്തത് ആരംഭത്തില് അതിൽ ആരംഭിക്കുകയാണെങ്കിൽ എന്നാണ് പ്രത്യേകം ഓർത്തു വെക്കണം. ശബ്ദം ഉണ്ടാവും, ശബ്ദം വരും. അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ ഈ യു ശബ്ദം ഉണ്ടാവും. ശബ്ദം ചേർക്കുകയാണെങ്കിൽ, ചേർത്ത് ഓതാണെങ്കിൽ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ സൈലന്റ് ആവും, കളയപ്പെടും. തസ്കുത്ത് സുക്കൂത്ത് ആവുക എന്നാണ്, സൈലന്റ് ആവുക എന്നൊക്കെയാണ്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ 3-4 കാറ്റഗറി ഉണ്ട്. അതൊന്ന് കാണാം, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാം. എന്നിട്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലാമു തഅരീഫ് മാത്രമാണ്. അൻവാഉ ഹംസത്തിൽ വസ്ൽ. ഒന്നാമത്തത് നിങ്ങൾ നോക്കിക്കോളൂ, ഒന്നും പറയുന്നില്ല. ആശറത്തു അസ്മാ ഹംസത്തുഹ ഹംസത്തുൽ വസ്ൽ. 10 നാമപദങ്ങളുടെ ഹംസത്തുൽ വസ്ലാണ്. അത് നമ്മൾ പിന്നെ പഠിക്കേ. അതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. അത് നമ്മൾ പിന്നെ പഠിക്കാനുള്ളതാണ്. 10 നാമപദങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് 10 എണ്ണം എന്നുള്ളത് പിന്നീട് പഠിക്കും. ഓക്കെ. നിറഞ്ഞിശത്താത്ത മൈക്ക് ഓഫ് ആക്കിയാൽ നല്ലതായിരുന്നു. പിന്നെ മീനിങ് ഒന്നും കൂടി പറഞ്ഞുതരോ? അതിൽ ആരംഭിക്കുകയാണെങ്കിൽ അതിന് ആ ഈ ഊ ശബ്ദം വരും എന്നാണ്. അത് ആരംഭത്തിൽ ശബ്ദം ഉണ്ടാവും എന്നാണ് പറയാ. നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഇത് തുൻതക്കു ബദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ അതിന് ശബ്ദം ഉണ്ടാവും. ആർക്ക്? ഹംസത്തു വസ്ലിന് ശബ്ദം ഉണ്ടാവും. അപ്പോ ലാമു തഅരീഫ് എന്നാണ്. ലാമു തഅരീഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ 2 സാധനം, അൽ
രണ്ടും അല്ല് എന്നാണ്. ഈ രണ്ട് അല്ലുകളെ പറയുന്ന പേരാണ് ലാമു താരീഫ്. ഇപ്പൊ ലാമു താരീഫ് എന്താന്ന് നമുക്ക് വീണ്ടും ആലോചിക്കാം അല്ലെ. ലാമു താരീഫ് ഇതെന്താണിത്? ഒരു കാറിന്റെ ഫോട്ടോ ആണ് അല്ലെ. ഒരു കാറിന്റെ ഫോട്ടോ ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി കാറാണ്. ദ കാർ എന്നല്ല പറയാ, ദ കാർ അല്ലെ. അപ്പൊ നമ്മൾ അതിനെ അറബിയിൽ എന്തായിരിക്കും പറയാ? അസ്സയ്യാറ, അസ്സയ്യാറ അല്ലെ. സാധാരണ ഒരു കാറാണെങ്കിൽ നമ്മൾ കാർ എന്ന് പറയും. അപ്പൊ അറബിയിൽ എന്തായിട്ട് മാറും? സയ്യാറ. അസ്സയ്യാറ വരൂല. ഒരു വീട്, ഒരു പ്രത്യേക ഒരു വീടാണ്. പ്രത്യേക വീടാണെങ്കിൽ നമ്മൾ അതിനെ പറയാ ദ ഹൗസ് എന്നാണ് പറയാ അല്ലെ. ദ ഹൗസ് എന്നാണ് പറയാ. അപ്പൊ അതിനെ അറബി ആണെങ്കിൽ എന്തായിരിക്കും? അൽ മൻസിൽ, അൽ മൻസിൽ എന്ന്. അപ്പൊ നമ്മള് ഒരു നോർമൽ വീടാണെങ്കിൽ എന്തായി? അതാ അങ്ങോട്ട് ഒഴിവാക്കി, ഹൗസ്. അപ്പൊ മൻസിൽ, അൽ എന്ന് ഒഴിവാക്കും. അപ്പൊ ലാമു താരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് പറയാൻ നമ്മൾ അതിനെ പ്രത്യേകമായിട്ട്, ഇപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് അൽ കിതാബ് എന്നാണ് അല്ലെ. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പലതരം പുസ്തകങ്ങളുണ്ട് കിതാബ്. അതിൽ നമ്മൾ ഖുർആന് നമ്മൾ പറയുമ്പോൾ അതിനൊന്ന് സ്പെസിഫൈ ചെയ്തിങ്ങേറ്റ് അൽ കിതാബ് എന്ന് പറയും. അപ്പൊ താരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലാമു താരീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ വസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ല്, അതാണ് എന്ത്? ലാമു താരീഫ് എന്ന് പറയും. പറഞ്ഞ പോലല്ലത് മാരിഫ. അതന്നെ. ഓക്കെ. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന എന്താ പറയാ ഹർഫാണ് അൽ എന്ന് പറയുന്നത്. മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. അല്ല് രണ്ട് തരത്തിലുണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രണ്ട് തരത്തിലുണ്ട്. ലാമു താരീഫ്, ഹംസത്തുഹ, ഹംസത്തുൽ വസ്ല്. ഈ ഇങ്ങനെ വരുന്ന ഈ ഹർഫ് അൽ എന്ന് വരുന്ന ഹർഫിന്റെ ഈ പിന്നെ ഹംസ എന്തായിരിക്കും? ഹംസത്തുൽ വസ്ലായിരിക്കും. ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദു ബിഹ ആ. ലാമു താരീഫിലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ലാമു താരീഫിലെ അൽ എപ്പോഴും ആ ആയിരിക്കും. അതിന് ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദു ബിഹ ആ എന്ന് തന്നെയാണ് വരിക. ലാമുത്തെ അൽ എന്ന് വരുന്ന പിന്നെ ഹർഫിലെ, ഈ അൽ എന്ന് പറയുന്ന ഹർഫിലെ ഹംസത്തു വസ്ലിലെ ഹംസ എപ്പോഴും എന്തായിരിക്കും? ആ ആയിരിക്കും. ഇപ്പൊ നേരത്തെ റഷീദ് സാഹിബ് അർ-റഹ്മാൻ എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ അർ റഹ്മാൻ, പിന്നെ അങ്ങനെ വരുന്നതൊക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അർ റഹ്മാൻ, അസ്-സമദ്, അല്ലാഹു, അല്ലദീന, അന്നാസ്, അല്ലെങ്കിൽ എന്താ പറയാ അൽ അർദ്, അങ്ങനെ വരുന്നില്ല. അസ്-സമാ, അൽ കാഫിറൂന, അൽ കിതാബ് എന്ന് പറയുന്ന ആ അൽ എന്ന് പറയുന്നതിന്റെ ഹംസ എന്തായിരിക്കും? എപ്പോഴും ആ ആയിരിക്കും. പ്രത്യേകം ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണോ? അതായത് അൽ എന്ന് പറയുന്ന ഈ ഹംസത്തു വസ്ല്, ലാമു താരീഫിലെ ഈ ലാമുൻ അൽ എന്ന് പറയുന്ന ഹർഫിന്റെ ഹംസത്തുൽ വസ്ലിന്റെ പിന്നെ ഹംസ എപ്പോഴും ആ ആയിരിക്കും. ഇപ്പൊ നേരത്തെ റഷീദ് സാഹിബ് ചോദിച്ചു എങ്ങനെ നമ്മൾ ഹർക്കത്ത് ഇടുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ലാമു താരീഫിന്റെ പിന്നെ ഇതെന്തായിരിക്കും? എപ്പോഴും ആ എന്നായിരിക്കും. അത് ഈ ഉ ഒന്നൊന്നും വരൂല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോ ലാമു താരീഫിന്റെ അത് ഹർക്കത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ലാമു താരീഫില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ എന്നാണ് വരിക. ആ എന്നാണ് വരിക. ഇതുവരെയുള്ള കാര്യം എവിടെയെങ്കിലും പിടുത്തം കിട്ടാതെ പോയിട്ടുണ്ടോ? ഹംസത്തുഹ ലാമു താരീഫിന്റെ ഹംസ, അതിന്റെ ഹംസ ഏത്? ലാമു താരീഫിലെ ഹംസ ഹംസത്തുൽ വസ്ലായിരിക്കും എന്നാണ്. അല്ല സർ, ഈ ഹംസത്തുൽ വസ്ല് അസ്സമദില് ഹംസത്തുൽ വസ്ല് വരാനുള്ള കാരണം അസ്സമദ് എന്നത് അസ്മാഉൽ ഹുസ്നയാണ്, ഒരു ഡെഫിനിറ്റ് അതാണ്. അത് അള്ളാഹുവിന്റേതാണ്. എല്ലായ്പ്പോഴും ഹംസത്തുൽ വസ്ലായിരിക്കും. അത്
അതെ അതെ അതെ, അത് അള്ളാഹുവിന്റെ നാമപദങ്ങളിൽ പെട്ടാൽ അതെന്തായാലും അതാണ്. അത് തന്നെയാണ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ. അതെ അതെ അതും ലാമു താരീഫ് എന്നല്ലേ? അതെ, ലാമു താരീഫാണ്. ഓക്കെ, അപ്പൊ സുഹേൽക്കാക്ക് കാര്യം മനസ്സിലാണല്ലോ. ലാമു താരീഫിന്റെ ഹംസ, ഹംസ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹംസത്തു വസ്ലിന്റെ ഹംസ എന്താണ് എഴുതിയിട്ടുണ്ടാവൂല. ലാമു താരീഫിലെ ഹംസ എന്ന് പറയുമ്പോൾ അൽ എന്നതിലെ ഹംസ ഉണ്ടല്ലോ, ആ കേൾക്കുന്നുണ്ടല്ലോ, അതിന്റെ ഹംസത്തുൽ വസ്ൽ എന്തായിരിക്കും? ലാമു താരീഫിലെ ഹംസത്തുഹ ഹംസത്തുൽ, ലാമു താരീഫിന്റെ അൽ എന്ന് പറയുന്ന ആ ഉണ്ടല്ലോ, അതെന്തായിരിക്കും? അതാണ് പറയുന്നത് ലാമു തല ഹംസത്തുഹ, അതിന്റെ ഹംസ എന്താണ്? ഹംസത്തുൽ വസ്ലായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായിക്കോ? എന്തോ ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നുണ്ട്. എവിടോ ക്ലിയർ ആവാത്തതുണ്ടോ? ഈ അൻവ എന്ന് പറഞ്ഞാൽ എന്താ വേർഡ് മീനിങ്? ഇനങ്ങൾ. ഇനങ്ങൾ ഓരോ, പിന്നെ എന്താ പറയാ, ഇങ്ങനെ നമ്മള് ഇങ്ങനെ 1, 2, 3 പറയലില്ലേ? ഹംസത്തുൽ വസ്ല് 1, 2, 3, 4 ടൈപ്സ്. യെസ്. 5 ടൈപ്പ് ഉണ്ട്. 4 പറയാം, 1 പിന്നെ ചേർത്ത് പറയുന്നതാണ്. അഷ്റത്ത് അസ്മാ, പിന്നെ അമ്രു സുലാസി, പിന്നെ ഹുമാസി സുദാസി. ഹുമാസി സുദാസി 2 പറയുകയാണെങ്കിൽ പിന്നെ ലാമു താരിഫ്. അങ്ങനെ 5 എണ്ണാണ്. 5 4 പറയാം നമുക്ക്. 4 എണ്ണം ഹുമാസിയും സുദാസിയും കൂടി ഒന്നായിട്ട് പറയാം. അപ്പൊ ഹുമാസി സുദാസി അതൊന്നും ഇപ്പൊ നിങ്ങള് ഇപ്പൊ ചിന്തിക്കേണ്ട, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് ഇതന്നെ മനസ്സിലാക്കുന്നത്. അൽ എന്നുള്ള ഈ ഒരു ഹർഫിനെ മാത്രം മനസ്സിലാക്കുക. അൽ എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിനെ, പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് അൽ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഇപ്പൊ നമുക്ക് ഇതിൽ കാണാം അള്ളാഹുവിന്റെ. പറഞ്ഞോളൂ ഫാത്തിമത്ത, പറഞ്ഞോളൂ. ലാമു താരീഫിന്റെ ഹംസത്ത് വസ്ലിനായിരിക്കും അല്ലേ ശരിക്കും ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ? അതെ. അത് ഒക്കെ അങ്ങനെ തന്നെയാണ് പറയാ. നേരത്തെ നമ്മള് ഇത് പറഞ്ഞ സമയത്ത്, ഇതിന്റെ അൻവാവുകൾ പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ. അൻവാവ് പറഞ്ഞ സമയത്ത് ഓരോ നിങ്ങൾ പറഞ്ഞു. ഹംസത്തുൽ ഹുമാസി വസുദാസി, ഹംസത്തു വസ്ല്, ഹംസത്തു, അതായത് 5 വാക്ക് 6 വാക്കുള്ള ഹംസ, അതിന്റെ തുടക്കത്തിൽ വരുന്ന ഹംസ ഉണ്ടല്ലോ, അത് ഹംസത്തുൽ വസ്ലായിരിക്കും എന്നാണ്. അമ്രു സുലാസി ഹംസത്തുഹ ഹംസത്തുൽ വസ്ൽ, ഇങ്ങനെ അതിന്റെ എന്നാണ് ഉദ്ദേശം. ഈ അൻവാദ് എന്ന് പറഞ്ഞാൽ ടൈപ്സ്, അൻവാവ് തരം എന്ന് പറയില്ലേ? തരം ടൈപ്സ്, എങ്ങനെ ഇനങ്ങൾ. യെസ്, തരം, ഇനം, ടൈപ്സ് എന്നൊക്കെ പറയാം. അത് ഈ പിന്നെ ഹംസത്തു വസ്ല് 4 എണ്ണായിട്ടോ 5 എണ്ണായിട്ടോ ഒക്കെ തരംതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, ലാമു തഅരീഫ്, അൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്നാലും ഒരു വാക്കിലേക്ക് പോവാൻ നോക്കാം. ഇനി ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ കൂടി പറയാം. ഇനി ഈ പിന്നെ ലാമു താരീഫിലെ അൽ എന്ന് പറയുന്ന 2 അൽ എന്നാണ്. ഒന്നിന് സുക്കൂന് കൊടുത്തിട്ടുണ്ട്, ഒന്നിന് സുക്കൂന് കൊടുത്തിട്ടില്ല, അല്ലെ? അപ്പോ ഈ സുക്കൂന് കൊടുത്തതിന് പറയുന്ന ലാമുൽ ഖമരിയ, ലാമുൽ ഖമരിയ, മറ്റേത് ലാമു ഷംസിയ എന്ന് പറയും. ഖമരിയ, ഷംസിയ. ഓക്കെ, അതിന്റെ ഒരു പേര് കൊടുത്താണ് ഖമരിയ, ഷംസിയ. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് ലാമുൽ ഖമരിയയിലേക്ക് പോവാം. ലാമുൽ ഖമരിയ അലാമത്ത് സുക്കൂനാണ്. ലാമു താരിഫ് എന്ന് പറഞ്ഞാൽ അൽ എന്നാണ്. അൽ എന്ന് പറയുമ്പോൾ അതിന്റെ അൽ എന്ന് പറയുന്ന ഒന്ന് ലാമുൽ ഖമരിയ എന്നാണ് പറയാം, ഒരു അല്ലിനെ. മറ്റേ അല്ലിനെ പറയുന്ന പേര് ലാമു ഷംസിയ എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ലാമുൽ ഖമരിയ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? ലാമിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ അതെന്താണ്? ഖമരിയ ആയിട്ടുള്ള, അതായത് ഖമരിയ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കണം, അൽ എന്ന് വ്യക്തമാക്കണം. ഓക്കെ, സുക്കൂനാണ് അതിന്റെ അലാമത്ത് പറയുന്നത്. അലാമത്ത് പറയാൻ കാരണം അത് ലാമു താരിഫിന്റെ അലാമത്താണ് കേട്ടോ. ലാമു താരിഫിലെ ലാമുൽ ഖമരിയന്റെ ഹുക്മ് ഇൽഹാറാണ്. അതിന്റെ അതൊന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അതൊന്ന് എഴുതാനുള്ള ടൈം ഞാൻ അയച്ചു തരും ചെയ്യും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ലാമു താരിഫ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, അല്ലാണ് എന്ന് മനസ്സിലായല്ലോ. അതിലാർക്കും സംശയം ഉണ്ടോ? അസ്വമദ്,
അൽ ഖമരിയ, അൽ കാഫിറൂന എന്ന് പറഞ്ഞ ഒരു അൽ ഫത്ത് ഒരു വിജയത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ആ വിജയത്തിനെ കുറിച്ച് അൽ ഫത്ത് അൽ എന്ന് വെറും ഫത്ത് എന്ന് പറഞ്ഞാൽ വിജയം തന്നെയാണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ വിജയത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അവിടെ അൽ ചേർത്ത് കൊടുക്കും. ഓക്കെ, അൽ എന്ന് പറയുന്നത്. അങ്ങനെ കുറെ നിങ്ങൾക്ക് ഖുർആൻ എടുത്തു നോക്കിയാൽ കുറെ അല്ലുകൾ കാണാൻ പറ്റും. ഇതേപോലത്തെ അൽ പിന്നെ എന്താണ് ഇലാഹിം റിഹ്ലത അശ്ശിതാഇ വസ്വൈഫി, അവിടെയും രണ്ട് അഷിതായി എന്നും സ്വൈഫി എന്നുള്ളടത്തും പിന്നെ എന്ത് കാണാൻ പറ്റും, ഹംസത്ത്. പിന്നെ അൽ പിന്നെ ഹാദൽ ബൈത്ത് അൽ ബൈത്ത് അവിടെ കണ്ടില്ലേ, അൽ ബൈത്ത് കാണും. അങ്ങനെ കുറെ കാണാൻ പറ്റും. ചിലയിടത്ത് സുക്കൂന് കാണും, ചിലയിടത്ത് സുക്കൂന് കാണൂല. അപ്പൊ അത് നമുക്ക് എന്താന്നുള്ളത് പിന്നീട് അതിൻ്റെ അത് പറയുമ്പോൾ പഠിക്കാം. അപ്പൊ ലാമു താരിഫ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അൽ എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന്റെ തെഹജി ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹ ആ എന്നാണ്. ലാമു താരിഫ് എപ്പോഴും ആ തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ലാമു താരിഫ് രണ്ടെണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്. ലാമു താരിഫ് രണ്ടെണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്. അൽ എന്നുള്ള സുക്കൂനോട് കൂടി വരുന്ന അൽ എന്ന ശബ്ദത്തോട് വരുന്ന ലാമു ഖമരിയ എന്ന് പറയും. ലാമു ഷംസ നിങ്ങൾ നോക്കൂ, ലാമുൽ ഖമരിയ, ലാമുൽ അവിടെ അൽ എന്നുള്ളതിന് എന്തുണ്ട്, സുക്കൂന് നൽകിയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നോക്കൂ, ലാം ഷംസിയ, ലാമു അഷംസിയ എന്നാണ്. ലാമുൽ ഷംസിയ എന്ന് പറയുന്നില്ല, ലാമു ഷംസിയ എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം ലാമുൽ ഖമരിയ. ലാമുൽ ഖമരിയന്റെ അലാമത്ത് സുക്കൂനാണ്. അതായത് ആ ലാമിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാവും ലാമുൽ ഖമരിയ. പിന്നെ വരുന്നത് ഹുക്മ് ഇൽഹാറാണ്. ലാമ് ഇൽഹാർ അയക്കണം. ആ ലാമ് അൽ എന്ന് ലാമുൽ ചേർത്ത് ഓതാണെങ്കിൽ ലാമുൽ ഖമരിയ, അതിന്റെ ഹുക്മ് ഇൽഹാറാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. ഇൽഹാർ എന്ന് പറയുമ്പോൾ വെളിവാക്കുക. ഹുക്മ് ഇൽഹാറാണ്. അതായത് അൽ എന്ന് ക്ലിയർ ആവണം. അൽ ലാമു അൽ ഖമരിയ എന്നാണ്. ചേർത്ത് ഓതുമ്പോ അൽ ഖമരിയ എന്നുള്ളത് ചേർത്ത് ഓതുമ്പോ ആ കളയപ്പെടും. ലാമു അൽ ഖമരിയ അല്ല, ലാമുൽ എന്നാണ്. ഒറ്റയ്ക്ക് ഓതാണെങ്കിൽ അൽ ഖമരിയ. മനസ്സിലായി? അവിടെ തന്നെ അതിന്റെ മനസ്സിലായി. അൽ ഇൽഹാർ എന്ന്. ഓക്കെ, ലാം ഖമരിയ മുൽഹറ അൽ. അതിന്റെ തെഹജി പറയുമ്പോ ഇതിന്റെ തെഹജിയാണ്, ഏത് ലാമിന്റെ. നമ്മള് ഹംസത്ത് വസ്ലിൻ്റെത് ആദ്യം പറയണം. ഏത് ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ നബ്ദു ബിഹ ആ ലാം ഖമരിയ മുൽഹറ അൽ എന്നാണ് ഈ ഒരു അല്ലിന്റെ തെഹജി കംപ്ലീറ്റ് ആവുക. അൽ ഖമരിയ എന്നുള്ള അൽ എന്നുള്ള ലാം ഖമരിയ മുൽഹറ അൽ. ഇതിന്റെ ചെറിയ പാട്ടാണ്. പാട്ടിന് നിങ്ങൾ വല്ലാണ്ട് തലേ കൊടുക്കണ്ട, പക്ഷെ നിങ്ങൾ കാണാതെ പഠിക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കും. ജസ്റ്റ് പാട്ട് മാത്രം പഠിക്കുക. ലീലാമി അൽ ഹാലാനി ഖബ്ലൽ അഹ്റുഫി ഊലാഹുമാ ഇൽഹാറുഹാ ഫൽതഅരിഫി ഖബ്ല അർബഇൻ മഅശ്റത്തിൻ ഖുദ് ഇൽമഹു മിൻ ഇബ്ഗി ഹജ്ജക വഖഫ് അകീമഹു. അതായത് ചുവപ്പ് ലെറ്ററിൽ കാണുന്ന ഹർഫുകളാണ് ലാമുൽ ഖമരിയന്റെ ലെറ്റർ. ഇനി ഒന്നും കൂടി പറയാം, ഞാൻ ഇതുവരെ പറയാൻ വിട്ടുപോയതാണ്. ലാമുൽ ഖമരിയ, ലാമുൽ ഷംസിയ, മൊത്തം ശബ്ദമുള്ള അക്ഷരങ്ങൾ 28 എണ്ണാണ് അല്ലെ. 28 അക്ഷരങ്ങളാണ് ശബ്ദമുള്ളത്. ഈ ശബ്ദമുള്ള 28 അക്ഷരങ്ങളിൽ 14 ഖമരിയയും 14 ഷംസിയയുമാണ്. 14 ഖമരിയ, 14 ഷംസിയ. ലാമു താരിഫിലെ അല്ലിന് ഒരു അല്ലിന് 14ഉം അടുത്ത അല്ലിന് എത്ര 14ഉമാണ്. അതായത് ലാമുൽ ഖമരിയക്ക് 14ഉം ലാമു ഷംസിയക്ക് 14ഉം. അങ്ങനെ 28 അക്ഷരാണ്. അപ്പൊ നിങ്ങൾ താഴെ കാണില്ലേ, മിൻ കഴിച്ചിട്ട് ഈ ഹജ്ജക വഖഫ് അകീമഹു എന്ന് കാണുന്നില്ല. ഹംസ, ബാ, ഗൈൻ, ഹ, ജീം, കാഫ്, വാവ്, ഖ, ഫ, ഐൻ, ഖാഫ്, യാ, മീം, ഹ. 14 ഹർഫുകൾ. അത് ലാമുൽ ഖമരിയന്റെ ഒരു പാട്ടാണ്. ലീലാമി അൽ. ലാമ് അൽ എന്നുള്ള ലാമിന് ഹാലാനി, 2 ഹാലുകളുണ്ട്.
കബല അഹ്റുഫിൻ പിന്നെ അക്ഷരത്തിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഊലാഹുമ അതിൽ ഒന്ന് ഇൽഹാറാണ്. ഒന്ന് ഇൽഹാറാണ്. ഇപ്പൊ നമ്മള് ഈ പഠിക്കുന്നത് എന്താണ്? ഇൽഹാറാണ്. ഫൽ താരിഫ് ഈ മനസ്സിലാക്കിക്കോ. കബല അർബൈൻ മാഷത്തിൻ ഖുദ് ഇൽമഹു. കബല അർബൈൻ മാഷത്തിൻ എന്ന് പറഞ്ഞാൽ 14 അക്ഷരങ്ങൾ. അത് ഈ പിടിച്ചോ. ഖുദ് ഇൽമഹു അതിനെ കുറിച്ച് പഠിച്ചോ. മിൻ ഇബ്ഗി ഹജ്ജക വഖഫ് അഖീമ. ഇതാണ് അതിന്റെ ഒരു നോർമൽ ഒരു റഫായിട്ട് അതിന്റെ ഇത് പറഞ്ഞു. അത് ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ വരി ഉണ്ടല്ലോ, മിൻ ഇബ്ഗി ഹജ്ജക വഖഫ് അഖീമ. ഈ പിന്നെ 14 അക്ഷരങ്ങളാണ് പിന്നെ ലാം ഖമരിയായിട്ട് വരിക. സംഭവം എന്താന്ന് പറഞ്ഞാൽ അൽ എന്നുള്ള ഹർഫിന് ശേഷം ഈ 14 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ലാമുൽ ഖമരിയായിരിക്കും. അപ്പൊ ആ ലാമ് ഇൽഹാർ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലായത് കൂടി മനസ്സിലാവില്ല. ആകപ്പാടെ മനസ്സിലാവാം. അല്ല, ഇത് മനസ്സിലായി ഉസ്താദ്. ഈ അക്ഷരങ്ങളിൽ 14 ഖമറിയും 14 ഷംസിന്ന് ഗ്രൂപ്പ് ആക്കിയല്ലോ, അതെങ്ങനെ? അതെ, അത് ഈ ഇപ്പൊ നമ്മൾ കാണുന്ന 14 ഹർഫിന്റെ തൊട്ട് മുമ്പേ കബല അർബൈൻ മാസത്തിൻ ഖുദ് ഇൽമഹു എന്ന് പറഞ്ഞില്ല. ഈ 14 അക്ഷരങ്ങൾക്ക് മുമ്പേ അൽ വന്നു കഴിഞ്ഞാൽ ആ അല്ല് ഖമരിയായിരിക്കും. അതായത് അൽ എന്നതിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ അത് ലാമുൽ ഖമരിയാണ്. അതായത് ലാമിന് സുക്കൂൻ ഉണ്ടാവും. സുക്കൂൻ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ വൽ ആസ്ർ എന്ന് നോക്കൂ, അയിനാണ് വന്നത്. അതുകൊണ്ട് അവിടെ എന്തായി? ലാമിന് സുക്കൂന് വന്നു. അൽ ഇൻസാൻ എന്നുള്ളടത്ത് നോക്കൂ, ഹംസയാണ്. അൽ ഇൻസാൻ അവിടെ ഹംസയാണ്. അപ്പൊ അത് അൽ എന്ന് ഇൽഹാർ വന്നു. പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് പിന്നെ അസ്വലാത്തിലേക്ക് പോവാണെങ്കിൽ അസ്വലാത്ത് എന്ന് പറയുമ്പോ സ്വാധീനത്തില്ല. അപ്പൊ അൽ സ്വലാത്ത് എന്നല്ല പറയുന്നത്, അസ്വലാത്താണ്. അതായത് അൽ എന്ന ഹർഫിന് ശേഷം ഈ 14 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ആണ് എന്താവുന്നത്? അത് ഖമരിയാവുന്നത്. ഓക്കെ, എല്ലാരും അൽ ഖമർ എന്ന് പറഞ്ഞു. അൽ ഖമർ എന്ന് പറഞ്ഞു നോക്കി. എല്ലാരും മൈക്കോണാക്കിയാൽ അപ്പൊ രണ്ടിന്റെ വാക്കിന് മറ്റൊരു മൈക്ക് ഓഫ് ചെയ്യണം. 2 വാക്കിന്റെ മുന്നേ ഞാൻ ഉപയോഗിച്ചത് അൽ എന്നുള്ള വാക്കാണ്. ഈ അൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ നമ്മൾ അഷംസ് പറയുമ്പം ലാമിനെ വെളിവാക്കിയിട്ടില്ല. അൽ ഖമർ എന്ന് പറയുമ്പം ലാമിനെ വെളിവാക്കി. അതേമാതിരി 14 അക്ഷരങ്ങളിൽ അങ്ങനെയും വരും, 14 അക്ഷരങ്ങളിൽ വെളിവായും വരും. ഇപ്പൊ ഈ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 14 അക്ഷരങ്ങൾ ഈ ഹംസ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ബാഗ് വെച്ചിട്ടുള്ള ഏത് അക്ഷരം പറഞ്ഞു കഴിഞ്ഞാലും, ഏത് വാക്ക് പറഞ്ഞു കഴിഞ്ഞാലും അൽ കൂട്ടി പറയുമ്പം അത് വെളിവാക്കിയാൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ ഒരു വീടിനെ പറയാം, പ്രത്യേക വീടിനെ പറ്റി പറയുമ്പോൾ അൽ ബൈത്ത് എന്നല്ലേ പറയാ, അബ്ബൈത്ത് എന്ന് പറയാറില്ലല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഹാനെ പറ്റി പറയണ അൽ ഹംദ് അല്ല പറയാ, അഹ്മദ് എന്നല്ലല്ലോ പറയാ. ആ വ്യത്യാസമാണ് ആ പറഞ്ഞത്. അക്ഷരങ്ങളുടെ ഇസ്തില വിഭാഗം അതുപോലെ തന്നെ ഇസ്തിഫാല വിഭാഗമൊക്കെ പഠിച്ചു വന്നിട്ട് അക്ഷരത്തിന് ഇങ്ങനെ വേറെ 2 വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ ഒരു കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ മനസ്സിലായി. ഓക്കെ. അത് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഈ ഒരു ലാമുൽ ഖമരിയ, ലാമുൽ ഷംസി, അതായത് ലാമു താരീഫ് എന്ന് പറയുന്ന അല്ല് 28 അക്ഷരങ്ങൾ പകുതി ആക്കുന്നുണ്ട്. ആ പകുതിയിൽ 14 അക്ഷരം ഇൽഹാറോട് കൂടിങ്ങിട്ട് പറയും അൽ എന്ന് വ്യക്തമാകണം. അടുത്ത 14 പിന്നെ അക്ഷരം, അതായത് ഈ അല്ലിന് ശേഷം വരുന്നതാണ് കേട്ടോ. അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അൽ എന്നതിന് ശേഷം നിങ്ങൾ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഈ ഒരു അൽ എന്ന് വരുന്ന പിന്നെ ഏതെങ്കിലും വാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ശേഷം ഈ കാണുന്ന 14 അക്ഷരത്തിന് അൽ പിന്നെ ശേഷം ഈ 14 അക്ഷരം വരാൻ അൽ എന്നേ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. ഇനി വരുന്ന ഷംസിയന്റേത് വരുന്നത് നേരെ മറിച്ച് അവിടെ എന്താ ലാമ് കേൾക്കൂല. ലാമ് എന്തായിക്കും? ഇദ്ഗാം ചെയ്യും. ഇവിടെ ഇൽഹാറാണ്. ഒരാള് പറയും. പിന്നെ അൽ ഖമരിയ അവിടെ ലാം ഉച്ചരിക്കുന്നുണ്ട്.
കൊടുത്താൽ ഓക്കെ പോലെ ഓക്കെ ഏകദേശം അൽ ഓക്കെ ഖമരിയ അശംസിയ. ഓക്കെ തുഹിയിൽ മുത അവിടെ ലാമിന് സുക്കൂനുണ്ട്. അൽ മൗത്ത എന്ന് പറഞ്ഞു. അവിടെ മീമാണ് വന്നത്. മീം നമ്മൾ പറഞ്ഞ ഹർഫാണ്. ഉസ്താദ് തെറ്റുന്നുണ്ടെങ്കിൽ പറയണേ. അതെ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. നമ്മള് ഇന്ന് പഠിച്ചത് ഹംസത്തുൽ വസ്ലാണ്. അതെ, അത് ജനറലി പറയുന്നെങ്കിൽ 5 ഇനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതില് ലാമ താരിഫാണ് ഒന്നാമത്തെ. അത് അൽ എന്ന് പറയാം. അപ്പം ഈ അല്ലിൽ വരുന്ന ലാമിന്റെ അതിന്റെ ഉച്ചാരണം 2 വിധത്തിലായിരിക്കും. ഒന്ന് ലാമുൽ കമരിയ, ഒന്ന് ലാമുൽ ശംസിയ. അതിൽ ലാമുൽ കമരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ലാമിനെ നമ്മൾ ഇൽഹാർ ചെയ്ത് ഓതണം. ഇത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇത് ലാമിന് ശേഷം വരുന്നതെന്ന് നോക്കിയിട്ടാണ് ഇത് വെളിവാക്കി ഓതണോ അല്ല വെളിവാക്കാതെ ഓതണോ എന്ന് തീരുമാനിക്കുന്നത്. 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ, ഈ കാണുന്ന 14 അക്ഷരങ്ങൾ വന്നാൽ ലാമ് കമരി, ഈ സ്ക്രീനിൽ കാണുന്ന 14 അക്ഷരങ്ങൾ ലാമിന് ശേഷം വന്നാൽ ലാമിനെ ലാമ് കമരിയായി വെളിവാക്കി ഓതണം. അതല്ലാത്ത 14 അക്ഷരമാണെങ്കിൽ അതിനെ ലാം ശംസിയായി ഓതണം. ഓക്കെ. അൽഹംദുലില്ലാ, ഏകദേശം ഉദ്ദേശിച്ചോടത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, താഹിർ താത്തക്ക് എന്താ സംശയം ഉണ്ടോ? അല്ല, നല്ല വ്യക്തമായിട്ട് പറഞ്ഞു, അതുകൊണ്ട് മനസ്സിലായി. എനിക്കൊരു കൺഫ്യൂഷൻ, പറഞ്ഞത് വ്യക്തമായിട്ടില്ലേന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സംശയം ഇങ്ങനെ ചോദിക്കുന്ന. അതാണ്. ഇപ്പൊ പറഞ്ഞ മൂപ്പരും കൂടി പറഞ്ഞപ്പോ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായി. വ്യക്തമായി. ഓക്കെ. അൽഹംദുലില്ലാ, ശുക്രൻ സുഹൈൽ കാക്ക, ശുക്രൻ, ജസാക്കല്ലാഹ്. അപ്പൊ ഇപ്പൊ ഏകദേശം പിടുത്തം കിട്ടിയാണ്. നമുക്കൊന്ന് ഉദാഹരണങ്ങൾ നോക്കി കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇവിടെ നിങ്ങൾ നോക്കൂ, വൽ യൗമിൽ മൗഊദ്, വൽ യ ആണ് വന്നത്. നേരത്തെ പറഞ്ഞ ഹർഫുകൾ നോക്കിയാൽ യാ ഇതിലുണ്ട്, ഖാഫ് യാ അല്ലെ, അതിൽ വന്നിട്ടുണ്ട്. അത് അവിടെ പിന്നെ ഹംസത്തു വസ്ല് ശേഷം ലാമ്. ഇവിടെ യാ വന്നത് കൊണ്ട് ആ ലാമ് ഇൽഹാറാണ്. ഇൽഹാർ ആവുമ്പോ ഇൽഹാർ ഇത് സിമ്പിൾ ആണ്. ഇൽഹാർ പിന്നെ അക്ഷരമൊന്നും നോക്കാനില്ല. പിന്നെ നമ്മളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് 14 ഹർഫുകൾ കമരിയും 14 ഹർഫ് ഷംസിയാണെന്ന് മാറ്റി പറയുന്നേ ഉള്ളൂ. പക്ഷെ പാരായണം ചെയ്യുമ്പോൾ കമരിയാണെങ്കിൽ നമ്മൾ അൽ തന്നെ പറയും. അത് അങ്ങനെ തന്നെ പറയും. ഷംസിയാണെങ്കിൽ അല്ലാണ്ട് അസ്സമാ എന്ന് അങ്ങനെ അൽ സമാ എന്ന് ആരും പറയില്ല. അതങ്ങനെ തന്നെയാണ്. അത് എന്നാലും നമ്മൾ അത് എങ്ങനെയാണ് എന്താന്ന് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതിങ്ങനെ വേർതിരിച്ച് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, വൽ യൗമിൽ മൗഊദ് അങ്ങനെ തന്നെയാണ്. വൽ യൗമിൽ മൗഊദ്, വൽ യൗമി എന്ന് പറയുന്ന സമയത്ത് വാവുനെ ചേർത്തത് കൊണ്ട് ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്തിട്ടുണ്ട്? തസ്കുത്ത് സംഭവിച്ചിട്ടുണ്ട്, സുക്കൂത്ത് ആയിട്ടുണ്ട് അല്ലെ. വൽ എന്ന് പറയുമ്പോ അവിടെ എന്തില്ല? ആ കേൾക്കുന്നില്ല. വൽ നേരെ ലാമിലേക്കാണ് പോകുന്നത്. വൽ യൗമിൽ, അവിടെയും മീം കഴിഞ്ഞിട്ട് ലാമിലേക്കാ പോകുന്നത്. അവിടെയും ഹംസത്തുൽ വസ്ൽ എന്തായിട്ട് കട്ടായി പോയിട്ടുണ്ട്. അതായത് ശബ്ദം കൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ നമ്മൾ തഹജി ഒന്ന് പറഞ്ഞു നോക്കുക. വൽ യൗമിൽ മൗഊദി എന്നുള്ളതൊന്ന് തഹജി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ. ലാമു താരിഫ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ആ ആണോ ഈ ആണോ അല്ല ഈ വരോ ഊ വരോ എന്നൊന്നും നോക്കാനില്ല. എങ്ങനെ പറയണ സ്ലോയില് പറയോ? അത് എഴുതേനോ അല്ല, തഹജി ഇത് നിങ്ങൾക്ക് ഇതിൽ വരും, പിന്നെ വീഡിയോയിൽ വരും. നിങ്ങൾക്ക് വേണം അങ്ങനെ ഇതിന്റെ തഹജി നിങ്ങൾക്ക് PDF ആയിട്ട് വരുമല്ലോ, അതിൽ കിട്ടും. അപ്പൊ ബാക്കി നിങ്ങൾ പഠിച്ചതുമാണ്. ഒന്നും കൂടി ഞാൻ പറയാം, ഒന്നും കൂടി സ്ലോയിൽ തന്നെ പറയാം. ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ, ഹംസത്തു വസ്ലിൻ പിന്നെ വസ്ലിന്റെ ഹംസയാണ്. തസ്കുതു വസ്ലൻ ചേർത്ത് ഓതുന്നത് കൊണ്ട് കൊഴിഞ്ഞു പോകും. തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹ, അതിൽ തുടങ്ങുകയാണെങ്കിൽ ആ. അപ്പോ ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹ. ലാമ് കമരിയയാണ്. ലാമ് കമരിയാണ്. ഹുക്മു സുക്കൂൻ ഉണ്ട്. അപ്പൊ തന്നെ അത് കമരിയാന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാണ് അത് കമരിയായാൽ ചോദിക്കുകയാണെങ്കിൽ ഈ അൽ എന്നുള്ള ഹർഫിന് ശേഷം യാ ആണ് വന്നത്, കമരിയന്റെ അക്ഷരാണ് വന്നത്.
ഈ 14 അക്ഷരങ്ങൾ കമരീയന്റെ അക്ഷരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ലാമുൽ കമരീയയാണ്. എന്തിനാ നബ്ദഉ ബിഹ എന്നതിൽ പറയണത്? നബ്ദഉ ബിഹ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ ചേർത്ത് പോകുന്നതാണ്. അത് പറയുമ്പോ അതിന്റെ മുഴുവൻ നിയമങ്ങൾ പറയാ എന്നുള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ശരിക്കും എന്താ പറഞ്ഞ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ ലാം കമരിയ മുലഹറ, അത്ര മതി. അതെ, അതല്ലേ സാഹിബ് പറഞ്ഞ കറക്റ്റ് ആണ്, അത്ര മതി. പിന്നെ ഞാൻ എന്താ വേണ്ടല്ലോ സാർ, അതിന്റെ ഇടയിൽ അത് പറഞ്ഞല്ലോ. ഏത് ലാം കമരിയാന്ന് കഴിഞ്ഞിട്ട് പിന്നെ സാറ് പറഞ്ഞല്ലോ ഹുക്കും സുക്കു, അതൊന്നും വേണ്ടല്ലോ. ഹുക്മൊന്നുമില്ല. ലാം ഞാൻ പറഞ്ഞുതരാം. സാഹിബ് ചോദിച്ചതും ഇതും കൂടി ഒന്നും കൂടി പറയാം. ലാം കമരിയ, ലാം കമരിയ മുൽഹറ അൽ എന്നാണ് വരിക. ഇപ്പോ നമ്മള് പിന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൽ വാന മാറ്റി വെച്ചിട്ട് അൽ യോമി എന്ന് പാരായണം ചെയ്യില്ല. അപ്പൊ റഷീദ് സാഹിബ് ചോദിച്ചത് കറക്റ്റ് ആണ്. ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ ലാം കമരിയ അൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ അത് പറഞ്ഞ് പഠിപ്പിക്കുകയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. ഹംസത്തുൽ വസ്ലിനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക ചെയ്യുന്നത്. എന്താണ് ഹംസത്തുൽ വസ്ൽ? അപ്പോ ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ, ഹംസത്തുൽ വസ്ലാണ്, തസ്കുത്തു വസ്ലാണ്, ചേർത്തോതുമ്പോ കൊഴിഞ്ഞു പോകും. നബ്ദഉ ബിഹാ, തുടക്കത്തിൽ അതിൽ ആരംഭിക്കുകയാണ് ആണ്. അതായത് ഹംസത്തുൽ വസ്ലിനെ നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ശരിക്കും എന്തിന്റെ ആവശ്യമില്ല, ആ നബുദവ് ഒഴിവാക്കാം, കാരണം അതിൽ തുടങ്ങുന്നില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കാം, കുഴപ്പമില്ല. റഷീദ് സാഹിബ് പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ അത് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പഠിക്കലും ആവുമല്ലോ. ഓക്കെ. പിന്നെ വാവിനെ നമ്മൾ മാറ്റി വെച്ചു, വാവിനെ നമ്മൾ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നബുദവ് ബിഹ ആ ലാം കമരിയ മുൽഹറ അൽ, പിന്നെ യാ ഫത്ഹയ അൽ യ, വാവ് സുക്കുൻ അൽ യൗ, മീം കസ്രമി അൽ യൗമി വൽ യൗമി എന്ന് പറയായതുകൊണ്ട് വേണമെങ്കിൽ അവിടെ നബുദവ് ബിഹ ആ ഒന്നും കൂടി പറയാം. കാരണം നമ്മൾ തെഹജ്ജ് ചെയ്യായതുകൊണ്ട് അങ്ങനെ ഓരോന്ന് നോർമൽ കേസിൽ റഷീദ് സാഹിബ് പറഞ്ഞത് ശരിയാണ്, നബുദവ് ഒഴിവാക്കാം. അത് കംപ്ലീറ്റ് പറയാ. അതെ ബെറ്റർ അത് തന്നെയാണ്, അത് കംപ്ലീറ്റ് പറയൽ തന്നെയാണ് ഏറ്റവും അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം ഈ ഹംസത്ത് വസ്ൽ തന്നെയാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. താജിന്റെ ഹംസത്ത് വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ ലാം കമരിയ മുൽഹറ അൽ യ ഫത്ഹയ അൽ യ വാവ് സുകൂൻ യൗ അൽ യൗ മീം കസ്രമി അൽ യൗമി വൽ യൗമി. പിന്നെ അടുത്തത് ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ ലാം കമരിയ മുൽഹറ അൽ മീം ഫത്ഹ മ അൽ മ വാവ് സുകൂൻ മൗ അൽ മൗ ഐൻ ضم واو مد طبيعي حركة عو الموعو دال كسرة دي الموعود واليوم الموعود. മനസ്സിലായോ ഇപ്പോ? ഒരാൾ ആദ്യം റഷീദ് സാഹിബ് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ലാം ഇവിടെ ലാം കമരിയാണ്. വ്യക്തമാവുന്നില്ല ചോദിക്കുന്നത്. വേറെ ആരോ മൈക്ക് ഓൺ ആക്കി ഓഫ് ആക്കോ? ആ റഷീദ് സാഹിബ് ചോദിച്ചോളൂ. ചോദിച്ചത് ലാം കമറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂൻ ആവർത്തിക്കേണ്ട കാര്യമില്ല അല്ലെ? ഇല്ല, ലാം കമരിയ മുൽഹറ ഇൽഹാറാണ്. അപ്പൊ അത് സുക്കൂൻ ആയിരിക്കും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ അണ്ടർസ്റ്റുഡ് ആണ്. നമ്മള് ഈ ഒരു കേസ് ഓക്കെ ഓരോരുത്തർ ചോദിച്ചോളൂ. ദാൽ മുക്കൽക്കലാന്നല്ലേ വേണ്ടേ? മറ്റേ അതുണ്ട്. ഞാനിവിടെ മൗദി എന്നാണല്ലോ പറഞ്ഞത്. അവിടെ നമ്മള് ഊദ് എന്ന് പറയുമ്പോ വേറൊരു മദ്, നമ്മൾ പഠിക്കാത്തൊരു മദ് ഞാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
അതാണ് അത്. അപ്പൊ അങ്ങനെ പറയുമ്പോ നിങ്ങൾ വീണ്ടും പഠിച്ചോനെ ഇതിപ്പോ എന്താ അത് എന്നൊരു ബേജാറ് വരാതിരിക്കാൻ വേണ്ടിട്ടാ തൽക്കാലം ഊതി. അത് അവിടെ എത്തുമ്പോത്തിന് നിങ്ങൾ ഇന്നെക്കാട്ടി ഉഷാറായിട്ട് പറയും. പിന്നെ ഇപ്പഴേ ബേജാറാവണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ആക്കിയത്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. فلينظر الإنسان مما خلق. ഓക്കെ. കുലിക്ക് ഇവിടെ നോക്കൂ, ആ ഒരു ഇത് മാത്രം നിങ്ങൾ പറയൂ. അൽ ഇൻസാന എന്ന് മൊത്തം വേണ്ട, അൽ ഈ വരെ ഒന്ന് പറയൂ. همزة وصل همزة وصل تسقط وصلا نبدأ بها ആ لام قمرية مظهرة ആ അൽ ال ആ അലിഫ് ഹംസ കിസ്ര ألف همزة كسرة إي ال إي. هل أتاك حديث الغاشية. ഓക്കെ. അൽ ഗാഷിയത്തി എന്നാണ് ആ ഭാഗം. അൽ ഗാഷിയത്തി എന്ന് വഖഫ് ചെയ്തിങ്ങനെ ഗാഷിയ ഒന്ന് തേജ് ചെയ്ത് നോക്കൂ, ഒന്ന് കിട്ടുന്നുണ്ടോന്ന്. همزة وصل تسقط وصلا نبدأ بها لام قمرية مظهرة ال. ഓക്കെ. غين غين فتحة مفخمة ألف مد طبيعي ألف مد مفخمة مد طبيعي حركتان الغا. വെരി ഗുഡ്. شين كسرة شي يا فتح الغاشي يا فتحة يا الغاشية. ഇനി حاء سكون عند الوقف حاشية. ها ساكنة عند الوقف. حاء ساكنة عند الوقف الغاشية. اوكي very good الحمد لله. وإلى الجبال كيف نصبت. ഓക്കെ. അൽജിബാലി എന്നുള്ള ഒന്ന് الجبال همزة وصلا تسقط وصلا همزة وصلين تسقط وصلا. همزة وصل تسقط وصلا نبدأ بها പിന്നെ ലാം കമരിയ ലാം കമരിയ മുൽഹറ കമരിയ മുൽഹറ. പിന്നെ ജി അൽ ജിബാലല്ലേ ജീം കസ്റ ജി ബ ഫത്ഹ അലിഫ് മദ് അൽ ജി. പിന്നെ ബ ഫത്ഹ അലിഫ് മദ് തബഈ ബ അൽ ജിബാ. ലാം കസ്റ ലി അൽ ജിബാലി. ഓക്കെ ഓക്കെ. നിങ്ങൾ തഹജ്ജി ചെയ്ത് പഠിക്കണം. سبح اسم ربك الأعلى. سبح اسم ربك الأعلى. ربك الأعلى لا ربك الأعلى. سبح اسم ربك الأعلى. ربك الأعلى لا ربك سبح اسم ربك الأعلى. ഓക്കെ വെരി ഗുഡ്. അൽ അഅല ഒന്ന് തഹജ്ജി ചെയ്ത് നോക്കൂ പെട്ടെന്ന്. സമയം കഴിഞ്ഞു അല്ലേ? همزة وصل تسقط وصلا نبدأ بها لام قمرية بال. ലാം കമരിയ മുൽഹറ അൽ مظهرة بال. ബി അൽ നോ ബി لام قمرية مظهرة ال. ഓക്കെ. همزة ألف همزة فتحة عين ال لام فتحة ألف مد وبي حركتان. ഓക്കെ. അവിടെ ലാ എന്നുള്ള അല എന്നുള്ള ലാം ഫത്ഹ അലിഫ് ലയീന മദ് തൊബി ഹർക്കത്താൻ എന്ന ലയീന പറഞ്ഞ സാധനം പറഞ്ഞിരുന്നോ? അലിഫ് ലയീന എഴുതുമ്പം പിന്നെ യാ ആയിരിക്കും, ഉച്ചാരണത്തില് ആ അലിഫു ആയിരിക്കും, അങ്ങനെയുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് തഹജ്ജ് ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള സംഭവമാണ്. നല്ല ആരെങ്കിലും എടുത്തു പോയിട്ട് ഒരു താരാട്ടുപാട്ട് പോലെ ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലിൻ നബ്ദഉ ബിഹാ ലാം ഷംസി ലാം ഖമരിയ മുൽഹറ അൽ
അല്ലെങ്കിൽ ലാം ഷംസിയ മുദ്ഗമ ഫിശ്ശീനിൽ മഫ്തൂഹ അശ്ശ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നല്ല രസമാണ്. രസത്തിലൊക്കെ ഉപരിയായിട്ട് പാരായണം ചെയ്യുമ്പോൾ അഷംസ് അല്ലെങ്കിൽ അൽ ഖമർ എന്ന് പറയുമ്പോൾ ആ താരീഫിന് അലാമു താരീഫിന് എന്തോ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ അസ്മാകളായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു സ്പെഷ്യലായിട്ട് പറയുന്ന ഷംസ് സൂര്യനെ കുറിച്ച്, ഖമറിനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ചൊക്കെ പറയുമ്പം അള്ളാഹുവിന്റെ പിന്നെ എന്താ പറയാ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്മാവു സിഫാത്തുകളെ കുറിച്ച്, ഇസ്മുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ക്ലിയർ ആക്കി വ്യക്തമായിട്ട് തെറ്റ് വരാണ്ട പാരായണം ചെയ്യുക. എന്നിപ്പോ നേരത്തെ പാരായണം ചെയ്ത സമയത്ത് ഫാത്തിമ താത്ത പാരായണം ചെയ്ത സമയത്ത് എന്ത് സമയം റബ്ബിക്കൽ ലഅല എന്നും മാറി. അത് തെറ്റാണ്. ലഅല അല്ല. അവിടെ എന്തായിട്ടുണ്ട്, ആ ഹംസ കേൾക്കാണ്ട പോയി, ലാമും കേൾക്കാണ്ട പോയി. അപ്പോ റബ്ബിക്കൽ ലാമ് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അപ്പൊ അതുകൂടിയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. തെറ്റ് വരരുത്. പിന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സമയത്ത്, തസ്ബീഹ് ചെല്ലുന്ന സമയത്ത് നമ്മൾ അവിടെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രയാസമായിരിക്കും. അങ്ങനെ ഉണ്ടാവാം. നമ്മൾ വന്നു പോയിട്ടുണ്ടാവും തെറ്റുകളൊക്കെ. ഖുർആൻ പാരായണത്തിൽ എല്ലാവർക്കും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ പഠിച്ച നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കുന്നതല്ലല്ലോ. പക്ഷെ നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കൂടുതൽ നമ്മൾ ഇതിനെ ഖുർആനിനെ ശ്രദ്ധിക്കാനും കെയർ ചെയ്യാനും പാരായണത്തിലൊക്കെ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. ഇനി വരുന്ന റമദാനിൽ ഇതുവരെ നമ്മൾ ചിലപ്പോൾ 4ഉം 5ഉം ഖത്തം ചെയ്ത ആൾക്കാരുണ്ടാവും, 30 ഖത്തം ചെയ്ത ആൾക്കാരുണ്ടാവും. ഇനി 30 പോയിട്ട് ഒന്ന് തന്നെ മതിയാർക്ക് ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ഓതുന്ന സമയത്ത് അത് അതിന്റെ രീതിയിൽ നിങ്ങൾ പഠിച്ച രീതിയിൽ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിലോ അല്ലെങ്കിൽ ആ ഒരു തീർക്കലൊന്നും കഴിയില്ല. കുറച്ച് ആലോചിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആയത്തുകൾ എപ്പോഴും നമ്മളെ മനസ്സിൽ ഉടക്കണം. ഇത് വെറുതെ അല്ല പറയുന്നത്. ഇത് അള്ളാഹു നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്, അല്ലെ? നമ്മളോടുള്ള സംസാരമാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇത് കഴിയുമ്പോത്തിനേക്ക് പാരായണത്തിലൂടെ ആയത്തുകളുടെ തദബ്ബറിലേക്ക് മാറി അതിനെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതരായ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. سبحانك اللهم وبحمدك لا اله الا انت استغفرك واتوب اليك.